നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസം മകൻ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ചു നോക്കാം. മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറുകാർക്ക് 10ാം ഭാവത്തിലാണ് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നത്. അത്ര ഉത്തമമെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല ലഗ്നത്തിൻ്റെ 12-ൽ ചൊവ്വയും 2ാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ ഒരു പാപമധ്യസ്ഥിതി എന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഉള്ളത്. എന്താഗ്രഹിച്ചാലും അതിന് എന്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴും ആദ്യം ഒരു ബ്ലോക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഈ പാവമധ്യസ്ഥിതിക്കുള്ളത്. മാത്രമല്ല ചെലവ് കണ്ടമാനം വർദ്ധിക്കാനുള്ള യോഗമുണ്ട്. വരുമാനത്തിൽ കുറവുണ്ടാകാനും ഈ മാസത്തിൽ സാധ്യതയുണ്ട്. എന്നാലും 10ൽ നിൽക്കുന്ന വ്യാഴം 10ാം ഭാവാധിപതി അനിഷ്ടസ്ഥാനത്തുമാണ്. അപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊരു കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ അനുഭവത്തിലേക്ക് വരാൻ യോഗമുണ്ട്. എന്നാൽ എന്തൊക്കെയായാലും ഭാഗ്യാധിപതി ലഗ്നാധിപതി ഭാഗ്യസ്ഥാനത്തും ഭാഗ്യാധിപതി ലഗ്നത്തിൻ്റെ 12ലുമാണ്. അപ്പോൾ വീട് വിട്ട് അന്യദേശത്തൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ച് നല്ല ഭാഗ്യം അനുഭവിക്കാനുള്ളൊരു യോഗമൊക്കെ ഉണ്ട്. എങ്കിലും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. തൊഴിലായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ മറ്റുള്ളവരുടെ നല്ല അഭിപ്രായം കേൾക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുപോലെ തന്നെ കർമാധിപതി അഷ്ടമത്തിൽ നിൽക്കുന്നത് ധനാധിപതിയോട് ചേർന്നിട്ടാണ്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ കുറച്ച് പ്രതിസന്ധികൾ ഉണ്ടാകാതെ ഇരിക്കാനാണ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നിവർത്തി സ്ഥാനാധിപതി അഷ്ടമത്തിലേക്ക് നഷ്ടസ്ഥാനത്തേക്ക് പോയത് കാരണം കൊണ്ട് തന്നെ നമ്മൾ എന്തിനിറങ്ങി പുറപ്പെട്ടാലും ആദ്യം ഒരു തടസ്സം വരാനുള്ള സാധ്യതയാണുള്ളത്. അത് ശനിയുടെ അനിഷ്ടഭാവസ്ഥിതിയാണ്. അപ്പോൾ ഇതുവരെ കണ്ടകശനിയായിരുന്നു. ഇപ്പോൾ കണ്ടകശനി മാറിയെങ്കിൽ പോലും അഷ്ടമശനിയാണ്. അഷ്ടമത്തിൽ ശനി നിന്നാൽ ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും രോഗാവസ്ഥ കാര്യങ്ങളുണ്ടായും കാര്യതടസ്സം പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട്. അപ്പോൾ ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാജനം വഴിപാട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നാഗദോഷമുണ്ട്. നാഗദോഷ പരിഹാരമായിട്ട് നാഗപൂജ ചെയ്യണം. വിഷ്ണു ക്ഷേത്ര നെയ്വിളക്ക് ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം. ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ നല്ല പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ വലിയൊരു തടസ്സം ഇല്ലാതെ കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 7ാം ഭാവം എന്ന് പറയുമ്പോൾ ഭാര്യാസ്ഥാനം കൂടിയാണ്. 7ാം ഭാവാധിപതിക്ക് ശുക്രൻ്റെയും രാഹുവിൻ്റെയും യോഗം വന്നു. അപ്പോൾ അത് ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖക്കുറവ് അനുഭവിക്കുക. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ അകന്നു പോകാനിട വരിക. മാനസികമായിട്ടുള്ള അകൽച്ച ഉണ്ടാകാൻ സാധ്യതയാണ്. ദാമ്പത്യ സുഖം അനുഭവിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത്. അത് മാത്രവുമല്ല നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. 5ാം ഭാവാധിപതി 10ൽ നിൽക്കുന്നത് കാരണം കൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കുമെങ്കിലും പരിപൂർണമായിട്ടും ഗുണാനുഭവങ്ങൾക്ക് ഈ മാസത്തിൽ സാധ്യത കുറവാണ്. പരിഹാരങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ പൂർണ്ണമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മക്കളുടെ സ്ഥാനത്തുള്ളവർക്ക് മക്കളെ സംബന്ധിച്ച് അനുകൂലമായിരിക്കുന്ന നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗമുണ്ട്. 12ൽ നീചത്തിൽ പോയിട്ടാണ് 4ാം ഭാവാധിപതി നിൽക്കുന്നത്. അപ്പോൾ വീട് വിട്ട് നിൽക്കുക, വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൊണ്ട് മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനിട വരിക. വീട് വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വീട് വിൽപ്പനയ്ക്ക് യോഗമുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നതായിട്ട് കാണുന്നത്. എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.